ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% അധിക തീരുവയും പിഴയും ഈടാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം കേരളത്തിലെ കയറ്റുമതി മേഖലയിലും ആശങ്ക ശക്തമാക്കുന്നു. സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതി വിപണികളിലൊന്നാണ് അമേരിക്ക. കശുവണ്ടി, കയർ, സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി, തേയില തുടങ്ങിയവ വലിയ തോതിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. സംസ്ഥാനത്തെ IT കയറ്റുമതിക്കും പുതിയ സാഹചര്യങ്ങൾ വെല്ലുവിളിയാകും. അമേരിക്കയിലെ പ്രവാസി മലയാളികളെ ലക്ഷ്യമിട്ട് ചിപ്സ്, റെഡി ടു ഈറ്റ്, പഴം, പച്ചക്കറികൾ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ കയറ്റി അയക്കുന്നത്. ഇന്നു മുതൽ അവയ്ക്ക് 25% അധിക തീരുവ നൽകേണ്ടി വരുന്നതിനാൽ സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത കുറയും. തുണി, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവ കയറ്റുമതി നടത്തുന്ന കമ്പനികൾക്കും പുതിയ സാഹചര്യം വെല്ലുവിളിയാകും. ഓണക്കാലത്തേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ ഒരുങ്ങുന്ന കമ്പനികളും ആശങ്കയിലാണ്. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരക്ഷമത കുറയാൻ അധിക തീരുവ ഈടാക്കും. പ്രമുഖ വ്യാപാര എതിരാളികളായ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ തീരുവയാണുള്ളത്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് 19%, വിയറ്റ്നാമിന് 20% തീരുവയാണ് ഈടാക്കുന്നത്. അതിനാൽ 25% തീരുവ നൽകിയെത്തുന്ന കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മത്സരം കടുക്കും. ഇറക്കുമതിക്ക് 25% തീരുവ ഈടാക്കാനുള്ള തീരുമാനം ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും. സംസ്ഥാനത്ത് നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 90% ചെമ്മീനാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $230 കോടി സമുദ്രോൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. ഇറാനുമായി വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന 6 ഇന്ത്യൻ കമ്പനികൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിനാണ് അൽകെമിക്കൽ സൊല്യൂഷൻസ് അടക്കമുള്ള കമ്പനികൾക്കെതിരെ നടപടിയെടുത്തത്. നിലവിൽ ഇന്ത്യയുമായി $4,570 കോടി വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ കൂടുമ്പോഴും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി തുലോം കുറവാണ്. ഇറക്കുമതി തീരുവ കൂടുതലായതിനാലാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിൽക്കാനാകാത്തത് എന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 39%, ആപ്പിൾ, ചോളം എന്നിവയ്ക്ക് 50% വരെയും ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത്. 2030 ഇന്ത്യ ലക്ഷ്യമിടുന്ന ഉഭയകക്ഷി വ്യാപാരം $50,000 കോടി. 2024 വ്യാപാരം $19,100 കോടി ആയിരുന്നു. ഇന്ത്യയും മറ്റു രാജ്യങ്ങളെ പോലെ ഇളവുകൾ നൽകി ഇടക്കാല വ്യാപാര കരാറിന് തയ്യാറായിരുന്നു. എന്നാൽ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ക്ഷീരരംഗത്ത് ഇളവ് നൽകാൻ ഇന്ത്യക്ക് പരിമിതിയുണ്ടായിരുന്നു. ട്രംപിന്റെ തീരുവ നടപടികൾ കയറ്റുമതി മേഖലയ്ക്ക് ഹ്രസ്വകാലത്തേക്ക് തിരിച്ചടി സൃഷ്ടിച്ചേക്കും. ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് തിരിച്ചടിയെ പ്രതിരോധിക്കാനുള്ള കെൽപ്പുമുണ്ട്. 25% നികുതിയിൽ നിന്നും ഈ മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പ്രത്യേക താരിഫ് സാധ്യത തിരിച്ചടിയായേക്കും. സ്വർണ്ണ, വജ്രാഭരണങ്ങൾ, ടെക്സ്റ്റൈൽസ്, വാഹന ഘടക ഭാഗങ്ങൾ, കെമിക്കലുകൾ തുടങ്ങിയ മേഖലകളെ ട്രംപിന്റെ അധിക തീരുവ നേരിട്ട് ബാധിക്കാനും ഇടയുണ്ട്. ഇന്ന് അവസാനിക്കുന്ന തീരുവ ഇളവ് കാലാവധിക്ക് മുൻപായി അമേരിക്ക നിരവധി രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. UK 10, 27 രാജ്യങ്ങൾ ഉൾപ്പെട്ട യൂറോപ്യൻ യൂണിയന് 15, ജപ്പാന് 15, ദക്ഷിണ കൊറിയ 15, ഇന്തോനേഷ്യ 19, ഫിലിപ്പീൻസ് 19, വിയറ്റ്നാം 20 എന്നിങ്ങനെയാണ് പുതിയ താരിഫ് ശതമാന നിരക്കുകൾ. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് നൽകിയത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറെക്കുറെ നികുതിരഹിത വിപണി പ്രവേശനം ലഭിച്ചു. ഇന്ത്യയും മറ്റു രാജ്യങ്ങളെ പോലെ ഇളവുകൾ നൽകി ഇടക്കാല വ്യാപാര കരാറിന് തയ്യാറായിരുന്നു. എന്നാൽ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ക്ഷീരരംഗത്ത് ഇളവ് നൽകാൻ ഇന്ത്യക്ക് പരിമിതിയുണ്ടായിരുന്നു. ട്രംപിന്റെ തീരുവ നടപടികൾ കയറ്റുമതി മേഖലയ്ക്ക് ഹ്രസ്വകാലത്തേക്ക് തിരിച്ചടി സൃഷ്ടിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.